ഷോപ്പിങ്ങിന് കൊച്ചുമായിട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും അതൊന്ന് എൻഡ് ചെയ്യാന്ന് പറയുന്നത്, അത് സമാധാനപരമായിട്ട് എൻഡ് ചെയ്യാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും പല പേരൻസിനും. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് വേറെ ആയിരിക്കും, നമ്മുടെ എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത് വേറെ ആയിരിക്കും. ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യാതെ വരുമ്പോഴേക്കും അവിടെ അടി ഉണ്ടാകുന്നു. കുട്ടികൾക്ക് ഒരുപാട് സാധനങ്ങൾ വേണ്ടി വരുന്നു. അതെല്ലാം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടി വരുന്നു. എന്നാൽ ഈ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്കൊന്ന് ഒഴിവാക്കാൻ പറ്റുക? ഈ ഒരു കാര്യത്തിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഒരു ഷോപ്പിങ്ങിന് പോകുമ്പോഴേക്കും നമുക്കറിയാം കുട്ടികൾക്ക് എന്തൊക്കെയോ ആഗ്രഹങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടാണ് പോകുന്നത് അല്ലേ, ഇന്ന് ടോയ്സ് വാങ്ങിക്കുന്നില്ല കേട്ടോ, അല്ലെ ക്യാൻഡി വാങ്ങിക്കുന്നില്ല കേട്ടോ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാലും അവിടെ ചെല്ലുമ്പോഴേക്കും ഈ സിറ്റുവേഷൻസ് ഒക്കെ ഇങ്ങനെ തകിടം മറിയുന്നത്, എന്താണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്, അല്ലെ കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്? ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൽ ആദ്യം തന്നെ നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് കുഞ്ഞിനോട് നിങ്ങൾ നേരത്തെ പറയുന്നുണ്ടല്ലോ ഇതിന് ടോയ്സും അല്ലെങ്കിൽ ക്യാൻഡിയോ ഒന്നും ഇല്ല കേട്ടോ എന്ന്. ഇതിൽ പറയാൻ പറ്റുന്നൊരു കാര്യം ഇങ്ങനെ തന്നെയാണ്. അതായത് നിനക്ക് ചിലപ്പോൾ തോന്നും ഒരുപാട് ക്യാൻഡി അവിടെ ഉണ്ടാവും, ഒരുപാട് ടോയ്സ് അവിടെ ഉണ്ടാവും, അതെല്ലാം വാങ്ങിക്കാനുള്ള ആഗ്രഹം നിനക്ക് തോന്നും. പക്ഷെ ഇന്നത്തെ ഷോപ്പിംഗ് നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങളുണ്ട്, ഇതെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇന്ന് ക്യാൻഡിയും ടോയ്സിനും ഉള്ള ഷോപ്പിംഗ് അല്ല കേട്ടോ എന്ന് ആദ്യം പറയാം. അപ്പൊ അവർ ഈ പറയുന്ന പോലെ തലയാട്ടിയൊക്കെ കേൾക്കും. ഈ തലയാട്ടി കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒന്നും കൂടെ ഉറപ്പ് വരുത്തണം അവർക്ക് പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞാൻ അടുത്ത ചോദ്യം പിന്നെയും ചോദിക്കാം. കാരണം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കോൺവെർസേഷൻ കുട്ടികളുമായിട്ട് ഇട്ട് വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ നന്നായിട്ടൊന്ന് സംസാരിക്കാൻ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ ഒരു കോൺവെർസേഷനെ ശരിക്കും ഒരു നല്ലൊരു എൻഡിലേക്ക് കൊണ്ടെത്തിക്കാൻ എങ്ങനെ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. എന്നിട്ട് നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കുക, ഇൻ കേസ് നീ ആ ടോയ്സ് ഒക്കെ കണ്ടു, അവിടെ ചെന്ന് കഴിയുമ്പോൾ നിനക്ക് ഇങ്ങനെ തോന്നുവാണ് അതൊക്കെ വേണം, അപ്പൊ നീ എന്താ ചെയ്യാ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി മറുപടി പറയും, മമ്മി വാങ്ങിച്ചു തരും അല്ലെങ്കിൽ അച്ഛൻ വാങ്ങിച്ചു തരും എന്ന് പറയും. അപ്പൊ വീണ്ടും നമ്മൾ റിമൈൻഡ് ചെയ്യണം, അതായത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ എഗ്രി ചെയ്തല്ലോ ഈ ഒരു കാര്യങ്ങൾ ഇന്ന് വാങ്ങിക്കുന്നില്ല എന്നുള്ള കാര്യം എഗ്രി ചെയ്തല്ലോ, അപ്പൊ നമുക്കത് വാങ്ങിക്കാൻ പറ്റില്ല. പക്ഷെ ആ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞിരുന്നത്, ആ സാധനങ്ങളെല്ലാം അവിടെ ഉണ്ടാവും, നിനക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടാവും, പക്ഷെ ഇതൊന്നും നമ്മൾ വാങ്ങിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം. അങ്ങനെ അവർ ചിലപ്പോൾ അവിടെ കിടന്ന ആ മൊമെന്റിൽ അവർക്കത് കിട്ടില്ല എന്നുള്ളത് ഷോപ്പിങ്ങിൽ എത്തുന്നതിന് മുമ്പേ തന്നെ ചിലപ്പോൾ ഇവിടെ കരച്ചിൽ തുടങ്ങാൻ ചാൻസ് ഉണ്ട്. ഈ കരച്ചിൽ തുടങ്ങുന്ന സമയത്ത് വീണ്ടും നമ്മളൊന്ന് വാലിഡേറ്റ് ചെയ്യണം. ഈ ഒരു സമയത്താണ് നമ്മൾ ഒരു 1-2 കാര്യങ്ങൾ ഓർത്തു വെക്കേണ്ടത്. കുട്ടികൾ ഒരിക്കലും മിസ്ബിഹേവ് ചെയ്യുന്നത് പർപ്പസ്ഫുള്ളി ആയിരിക്കത്തില്ല. അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ആ ഒരു സമയത്ത് അവരുടെ നീഡ് അതാണ്. അതുപോലെ തന്നെ അവർക്ക് ആ ഒരു സമയത്ത് അത് കാം ആവാൻ വേണ്ടിയിട്ട് അവർക്ക് നിങ്ങളുടെ ആവശ്യമുണ്ട്, കാം ആയിട്ടുള്ള ഒരു പ്രസൻസ് ആവശ്യമുണ്ട്. അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസിൽ കൂടെ മാത്രമാണ് അവർക്ക് സെൽഫ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കുട്ടികളെ പറ്റിയുള്ള നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഇച്ചിരി ലോ ആക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മൾ 5 വയസ്സിനുള്ള താഴെയുള്ള ഒരു കുട്ടി ആണെങ്കിൽ പോലും പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വട്ടം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അതുപോലെ തന്നെ അവർ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. കുട്ടികൾക്ക് എന്ന് പറയുന്നത് അതുപോലെ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യം ഒരു വട്ടം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാനോ ഉള്ള ഒരു ബ്രെയിൻ ഡെവലപ്മെന്റിലേക്ക് എത്തിയിട്ടില്ല. 3.5 വയസ്സാകുമ്പോഴാണ് പ്രീഫ്രണ്ടൽ കോർട്ടക്സ്, അതായത് പ്ലാൻ ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുന്നതും ചിന്തിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള പ്രീഫ്രണ്ടൽ കോർട്ടക്സ് വർക്കായി തുടങ്ങുന്നുള്ളൂ. അപ്പൊ അവർക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. നമ്മളാണ് അവർക്ക് പകരം എക്സ്റ്റേണൽ സപ്പോർട്ടായിട്ട് കൂടെ നിന്ന് കൊടുക്കേണ്ടത്. അപ്പൊ അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, അതായത് ഒരു ടോയ് ഇമ്പൾസ് ആയിട്ട് അവർ കാണുമ്പോഴേക്കും അവര് അത് വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്നത് തെറ്റില്ല, വാങ്ങിച്ചു കൊടുക്കാതിരിക്കേണ്ടത് നമ്മളാണ്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഓൾറെഡി നമ്മൾ ഈ കോൺവെർസേഷൻ ഡെവലപ്പ് ആക്കുമ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻസ് ലോ ആക്കി വെക്കുക. ഒരു വട്ടം അല്ല, പലവട്ടം നമ്മൾ ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഓൾറെഡി കുട്ടി കരഞ്ഞോണ്ടിരിക്കുകയാണ്, വണ്ടിയിലിരിക്കുവാണ് നിങ്ങൾ വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെയാണ്, ഷോപ്പിങ്ങിന് പോയിട്ടില്ല, നിങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഈ കോൺവെർസേഷൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോഴേ കരച്ചിൽ തുടങ്ങി, എന്നാൽ നമുക്ക് ഈ ഷോപ്പിങ്ങേ പോകണ്ട എന്നുള്ളതല്ല. പക്ഷെ നിങ്ങൾ ആ കരച്ചിലിനെ മാറ്റി സമാധാനമാക്കിയിട്ട് വേണം നിങ്ങൾ പിന്നെ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ പറയാൻ പറ്റുന്ന കാര്യമാണ്, എനിക്കറിയാം നിനക്ക് ഇത്രയും സാധനങ്ങൾ ഇഷ്ടമാണെന്നുള്ളത്, നീ ആലോചിച്ച് നോക്കുക, നമുക്ക് അവിടെ പോയിട്ട് എല്ലാ ടോയ്സ് എടുക്കാൻ പറ്റുമായിരുന്നു, എന്ത് രസമായിരുന്നു എന്നുള്ള ആ ഒരു രീതിയിൽ, അതായത് അവരെ ഈ ഒരു ഇമാജിനേറ്ററി വേൾഡിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് പറ്റുവാണെങ്കിൽ അത് ഒത്തിരി നല്ലതായിരിക്കും. എന്നിട്ട് പറയാ, നമുക്ക് ഒരു കാര്യം ചെയ്താലോ, ഒരു $5 നീയും അല്ലെങ്കിൽ ഒരു 5 രൂപ നീയും 5 രൂപ ഞാനും ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് 10 രൂപയായി കഴിയുമ്പോൾ നമ്മൾ 2 രൂപ കൂടെ 10 രൂപ വെച്ചിട്ട് നമ്മൾ പോയിട്ട് അവിടെ പോലുള്ള ഇഷ്ടമുള്ള ക്യാൻഡി നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരും. പക്ഷെ ഇന്ന് നമ്മൾ പോകുന്നത് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല, ഓക്കെ ആണോ എന്നും പറഞ്ഞ് നമ്മൾ അതിന് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മൾ ആ ഒരു പ്രോബ്ലത്തിനെ അവിടെ സോൾവ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും കുട്ടികളുടെ മനസ്സിൽ അത് കിടക്കും. എന്നിട്ട് നമ്മൾ അവിടെ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് കുട്ടികൾ മിക്കവാറും നിങ്ങളെ ഫോളോ ചെയ്ത് നിങ്ങളുടെ കൂടെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അങ്ങനെ ഫോളോ ചെയ്യാൻ വേണ്ടി അടുത്ത ലീഡ് എന്താന്ന് വെച്ചാൽ, ഈ ഒരു പ്രശ്നത്തിനെ നിങ്ങൾ ഏകദേശം സോൾവ് ചെയ്തല്ലോ,
അങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന സാധനങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് അവരെയും കൂടി ഇൻവൈറ്റ് ചെയ്യുക. ആ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ചില സാധനങ്ങൾ അവനും വേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ അവനൊരു ചെരുപ്പ് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷൂ ബാഗ് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അവന് വേണ്ടിയിട്ട് കുട്ടിക്ക് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ കളർ എന്താണ്, അല്ലെങ്കിൽ അവിടെ ഏതൊക്കെ കളേഴ്സ് ആയിരിക്കും ഉണ്ടാവുക, എന്തൊക്കെ മോഡലായിരിക്കും ഉണ്ടാവുക, അതിനെപ്പറ്റി ഒന്ന് അവരോടൊന്ന് സംസാരിക്കാൻ നോക്കുക. എന്നിട്ട് ഈ ലിസ്റ്റുകൾ കുട്ടികളുമായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഈ സാധനങ്ങളാണ് കേട്ടോ നമ്മളിന്ന് വാങ്ങിക്കുന്നതെന്ന് ഒന്നും കൂടെ ഉറപ്പുവരുത്തുക. അപ്പം ഓട്ടോമാറ്റിക്കലി ആ ലിസ്റ്റും അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി നമ്മൾ രണ്ടാമത്തെ വട്ടം നമ്മൾ ആ ഒരു സിനാരിയോ തന്നെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞും കൊടുത്തു. 2 വട്ടം നമ്മൾ മനസ്സിൽ അവിടെ എഴുതി വെച്ചു കുട്ടിക്ക് ഓൾറെഡി ആ സാധനങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അവിടെ ഷോപ്പിങ്ങിന് ചെന്ന് കഴിയുമ്പോഴാണ്. ഷോപ്പിങ്ങിന് ചെന്ന് കഴിയുമ്പം നിങ്ങൾ ഒന്നെങ്കിൽ കുട്ടീനെ ഹെൽപ്പർ ആക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കുട്ടിയുടെ ഹെൽപ്പർ ആവുക. അതായത് ഷോപ്പിങ്ങിന് കാർട്ട് എടുക്കാന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യില് ട്രോളി ഉണ്ട്, ട്രോളിയിൽ നമ്മളിങ്ങനെ കുട്ടിയായിട്ട് പോകുന്ന സമയത്ത് പറയാ ഓരോ ലിസ്റ്റ് സാധനങ്ങൾ എത്തുമ്പോൾ നമുക്കിനി അടുത്ത സാധനം കണ്ടുപിടിക്കേണ്ടത് സോപ്പാണ്. അത് അവിടെ ഇരിക്കുന്നത് നോക്കിക്കേ, ഓ അതിൽ മഞ്ഞയുണ്ട്, നീലയുണ്ട്, ഇതിൽ ഏത് കളറാണ് നമുക്ക് വേണ്ടത് നോക്കിക്കേ. ഇങ്ങനെ പറഞ്ഞ് അവരെ എൻഗേജ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓൾമോസ്റ്റ് ഈ ടോയുടെ കാര്യവും അല്ലെങ്കിൽ ക്യാൻഡിയുടെ കാര്യമൊക്കെ അങ്ങ് മറന്നുപോകും. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടും വാശി പിടിക്കുകയാണ്, വേഴ്സ്റ്റ് സിനാരിയോ അവിടെ സംഭവിക്കുമെന്ന് വിചാരിച്ചോ. ഇങ്ങനെ ഇവന്റെ അടുത്തേക്ക് നമുക്ക്, കാരണം എപ്പോഴും നമുക്ക് ഇതേ കാര്യങ്ങൾ തന്നെ വർക്ക് ആയിക്കൊള്ളുന്നൊന്നുമില്ല. ബെസ്റ്റ് സിനാരിയോസ് എപ്പോഴും സംഭവിക്കാം. കാരണം കുട്ടികളല്ലേ, അവർക്ക് ഭയങ്കര ഇമ്പൾസ് ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കും ഉണ്ടാവുക. അവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവരുടെ തോട്ട്സിനെ അല്ലെങ്കിൽ അവരുടെ ആ ആക്ഷനെ ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക, അവരുടെ കൂടെ നിൽക്കുക. അവർ ഓടിപ്പോയി ഒരു ടോയ് എടുത്തു എന്ന് വിചാരിക്കുക, അവർ തിരിച്ചു വരികയാണ് ടോയ് എടുത്തിട്ട്. അപ്പോഴേക്കും നമ്മൾ അയ്യോ ഇതെന്താ നീ എടുത്ത്, നിന്നോട് ഞാൻ പറഞ്ഞല്ലായിരുന്നോ അതോടെ കൊണ്ട് വെച്ചേ എന്നും പറഞ്ഞ് ചീത്ത പറയേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓ നീ ആ ടോയ് എടുത്തോ, അങ്ങനെയാകുമ്പോ നമുക്ക് ഈ സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ നിനക്ക് സ്കൂളിൽ പോകുമ്പോഴേക്കും നിനക്ക് ഇന്ന സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, അപ്പൊ എന്ത് ചെയ്യും, എന്നാ നീ ടോയ് ആണോ എടുക്കുന്നത്, അതോ ഞാൻ ഈ 10 സാധനങ്ങൾ എന്റെ കയ്യിലുള്ളത് നിന്റെ സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചാലോ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടികൾക്ക് അറിയാം, കുറച്ചൊക്കെ ലോജിക്കലി അവരും ചിന്തിക്കാൻ തുടങ്ങുന്ന സമയമായിരിക്കും. അപ്പൊ അവർക്ക് എന്റെ മോന് മിക്കവാറും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴേക്കും നൈസായിട്ട് ടോയ്സ് തിരിച്ചു കൊണ്ടുപോയി വെക്കുകയും അവന്റെ ആവശ്യമുള്ള സാധനങ്ങളിലേക്ക് അവൻ തിരിച്ചു വരിക ചെയ്യാം. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു യോഗട്ട് ആയിരിക്കും ചിലപ്പം ഏറ്റവും ഇഷ്ടമുള്ളത് അവനെ എടുക്കാൻ നമ്മൾ അലൗ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവന് ഇഷ്ടപ്പെട്ട ഒരു സ്നാക്ക് നമ്മൾ അലൗ ചെയ്തിട്ടുണ്ടാവും എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ അവർ കോംപ്രമൈസ് ചെയ്യാൻ പഠിക്കും. ഈ സാധനം എനിക്ക് വേണ്ട, ആ സാധനം വേണം. എന്നിട്ട് നമ്മൾ പറയാ ടോയ്സ് നീ ഹോൾഡ് ചെയ്തോ, 2 മിനിറ്റ് നീ കയ്യിൽ വെച്ചോ, അതൊന്ന് തലോടിക്കോ, എന്നിട്ട് നമ്മൾ ബൈ ബൈ പറഞ്ഞേക്കാം അതിനോട്. നമുക്ക് അടുത്ത വട്ടം വരുമ്പോൾ നമ്മൾ അവിടെ തന്നെ പോയിട്ട് അതുണ്ടോ എന്ന് നോക്കണം. ബൈ ചെയ്യുന്നൊന്നും വാക്ക് കൊടുക്കണ്ട, വാക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബൈ ചെയ്യേണ്ടി വരും. അതിനേക്കാൾ നല്ലതാണ് വാക്ക് കൊടുക്കാതിരിക്കുന്നത്. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പല പേരൻസും നമ്മൾ അടുത്ത വട്ടം വരുമ്പോൾ വാങ്ങിക്കാം എന്നും പറഞ്ഞ് പിള്ളേരെ നമ്മൾ നൈസായിട്ട് കൊണ്ടുവരും. പക്ഷെ അടുത്ത വട്ടം പിന്നത്തെ വട്ടം ഒന്നും നമ്മൾ വാങ്ങിക്കില്ല. അതൊരു വലിയൊരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണമാകും. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അപ്പം നമ്മൾ കുട്ടികളുമായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിന് മാത്രം പ്രോമിസസ് കൊടുക്കുക. പറ്റില്ല എന്നുള്ള കാര്യത്തിനെ പറ്റില്ല എന്ന് തന്നെ പറയാം. അപ്പൊ ആ ലിമിറ്റേഷൻസ് അവർക്ക് മനസ്സിലായി തുടങ്ങും. എന്താണ് അവർക്ക് പറ്റുക അല്ലെങ്കിൽ എന്താണ് പറ്റില്ലാത്തത്. അമ്മ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞതാണ്. അപ്പൊ അവർ ഇവഞ്ച്വലി അത് നിങ്ങളെ റോൾ മോഡൽ ചെയ്തിട്ട് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ അവരും അവരുടെ ലിമിറ്റേഷൻസും അവരുടെ ബൗണ്ടറീസും ഒക്കെ സ്ട്രോങ് ആയി തുടങ്ങും. നല്ല മാങ്ങ കിട്ടിയല്ലോ. അതെ, ഇത് വലുതാണ്, നമുക്കിത് വാങ്ങാം. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും ഓടിപ്പോയി ടോയ്സ് എടുക്കുന്ന കുട്ടി ടോയ് വേണമെന്നും പറഞ്ഞിട്ട് ഇത്ര വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണല്ലേ ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത്. കുട്ടികൾ അവിടെ കിടന്ന് അലമുറയിട്ട് കരയുവാണ്, ഒരു ടോയ് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് കുറെ പേര് നമ്മളെ നോക്കുന്നുണ്ട്. പലരും ചിലപ്പോൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണോ, അല്ലെങ്കിൽ അവരൊക്കെ എന്തൊക്കെയായിരിക്കും ചിന്തിക്കുന്നത്, അവർ നമ്മളെ ജഡ്ജ് ചെയ്യുന്നുണ്ടോ. ആ ഒരു സമയത്ത് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിന്റെ ഗിൽറ്റി ഫീലിങ്, ഇതെല്ലാം കൊണ്ട് നമ്മളും ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ഔട്ട് ആയിരിക്കും. അതുപോലെ തന്നെ കുട്ടിയും സ്ട്രെസ്ഡ് ഔട്ട് ആയിരിക്കും. ഈ സമയത്താണ് നമ്മൾ പല പരിപാടിയും നോക്കുന്നത്. നല്ല അടി വെച്ചു കൊടുക്കാനും നുള്ളു വെച്ചു കൊടുക്കാനും അവർ പിടിച്ചെണീപ്പിച്ചുകൊണ്ട് പോരാനും ഒക്കെ നമ്മൾ നോക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആ സമയത്ത് കാമായിട്ടിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാന്നുള്ളതാണ്. അവൻ അവിടെ
സേഫ് ആണോ എന്ന് നോക്കുക. ആ ഒരു എൻവയോൺമെന്റിൽ കുട്ടി കിടന്ന് കരഞ്ഞ്, അവൻ എന്ന് പറയുന്നത് എൻ്റെ മോൻ, എനിക്ക് മോനായതുകൊണ്ടാണ് കേട്ടോ, അവൻ തന്നെ എപ്പോഴും എനിക്ക് വരത്തുള്ളൂ. പക്ഷെ ഈ മോനായിക്കോട്ടെ മോളായിക്കോട്ടെ, ഇത് കുട്ടി ആരാണെച്ചാലും അവിടെ ആ ഒരു എൻവയോൺമെന്റ് ഓക്കെ ആണോ നോക്കുക. ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ആ ഒരു സിറ്റുവേഷൻ കൂടുതൽ എസ്കലേറ്റ് ആവാനാണ് ചാൻസ് ഉള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരുപാട് ആളുകൾ ഇല്ലാത്തൊരു കോർണറിലേക്ക് കുട്ടീനെ എടുത്ത് ടോയ് മാറ്റണം എന്നൊന്നുമില്ല, കുട്ടീനെ എടുത്തിട്ട് തന്നെ നിങ്ങളൊന്ന് മാറി നിൽക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഫീൽ വരും. ഈ ഒരു സിറ്റുവേഷൻ ഭയങ്കര സ്ട്രെസ്ഫുൾ ആണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ കാംനെസ് ഒരിക്കലും വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളൊരു കോർണറിലേക്ക് കുട്ടീനെ കൊണ്ട് മാറുവാണ്. ഇങ്ങനെ കോർണറിലേക്ക് നിങ്ങൾ മാറുന്ന സമയത്ത് കുട്ടിയുടെ കയ്യിൽ നിന്ന് ബലമായിട്ട് ആ ടോയ് പിടിച്ച് തിരിച്ചവിടെ വെച്ചിട്ടാണ് നിങ്ങൾ മാറുന്നതെങ്കിൽ കരച്ചിലിന്റെ ശക്തിയൊക്കെ ഒന്നും കൂടെ കൂടുള്ളൂ. അപ്പം ആ ടോയ് തൽക്കാലം അവന്റെ കയ്യിലിരുന്നോട്ടെ, അല്ലെങ്കിൽ കുട്ടിയുടെ കയ്യിലിരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നിങ്ങൾ കോർണറിലേക്ക് മാറി കുട്ടീനെ നിലത്ത് വെച്ചു. എന്നിട്ട് അവൻ കിടന്ന് ഉരുളണം, അല്ലെങ്കിൽ കിടന്ന് അവന് ഭയങ്കരമായിട്ട് ഫിസിക്കലി അവൻ അജിറ്റേറ്റഡ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ എൻവയോൺമെന്റ് സേഫ് ആണെങ്കിൽ, ആ ഒരു സ്ഥലത്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം അവനെ അവിടെ വിടുക. ഇനി എൻവയോൺമെന്റ് സേഫ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവനെ ഹഗ് ചെയ്ത് രണ്ട് കൈ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് തന്നെ അവിടെ നിൽക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സേഫ്റ്റി ആണല്ലേ. ആ സേഫ്റ്റി നമുക്ക് ഉറപ്പാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പൊ പ്രത്യേകിച്ച് നിങ്ങളൊന്നും സംസാരിക്കാതിരിക്കുക, അതാണ് ഏറ്റവും നല്ല കാര്യം. നിങ്ങൾ കുഞ്ഞ് എസ്കലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവനോട് എന്ത് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവില്ല. കുറച്ച് സെക്കൻഡുകളെങ്കിലും സംസാരിക്കാതിരിക്കുക, ചേർത്ത് പിടിക്കുക, ഒന്ന് തലോട് മാത്രം ചെയ്യുക. ജസ്റ്റ് പുറം ഇങ്ങനെ തലോടി ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കരച്ചിൽ ഇങ്ങനെ സെറ്റിൽ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. 5 വയസ്സുള്ള മോനാണ് എൻ്റെത്. 5 വയസ്സുള്ള മോൻ ഇപ്പോഴും ഇത് വർക്ക് ആവുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ ചെയ്തതാണെങ്കിൽ അത് വർക്കാവും. അപ്പം അങ്ങനെ തന്നെ നമ്മൾ പാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷോൾഡറിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ പാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കരച്ചിൽ ഏങ്ങലായിട്ട് വരും. എന്നിട്ട് വേണം നമ്മൾ പിന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഐ യു റെഡി എന്ന് ചോദിച്ചിട്ട് വേണം പിന്നെ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ കുറച്ചു നേരം കൂടെ കഴിഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ ഒരു 10 മിനിറ്റ് ഒക്കെ ടൈം എടുക്കുമായിരിക്കും. ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു സമയത്തിനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അതിന് കുറച്ച് സമയം കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കാനേ വേണ്ടി വരും അല്ലെ. കാരണം നമ്മൾ ഈ ഒരു ദേഷ്യവും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് ആ ദേഷ്യം പിടിച്ച് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം 10-20 അല്ലെങ്കിൽ 1 മണിക്കൂർ വരെ അത് പോയേക്കാം. പക്ഷെ നമ്മളിവിടെ കാമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് ആ ടോയ് തിരിച്ചു വെച്ച് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഷോപ്പിംഗ് ഫിനിഷ് ചെയ്ത് പോരാനും പറ്റും. അപ്പൊ നിങ്ങൾ അവനോട് ചോദിക്കേണ്ടത് റെഡി ആയോ എന്ന് ചോദിക്കുക. ടോയ് നമുക്ക് തിരിച്ചു വെക്കാൻ റെഡി ആയോ നീ എന്ന് ചോദിക്കുക. അപ്പോഴും മനസ്സിലാവുള്ളൂ അവന്, അല്ലെങ്കിൽ കുട്ടിക്ക് മനസ്സിലാവുള്ളൂ ടോയ് സ്റ്റിൽ എനിക്ക് കിട്ടുന്നില്ല എന്ന്. അപ്പൊ വീണ്ടും നേരത്തെ കരഞ്ഞ അതേ ശക്തിയിൽ വീണ്ടും കരയാനുള്ള ചാൻസസ് വളരെ കുറവാണ് കുട്ടികൾ. ഓൾറെഡി ആ വലിയൊരു സ്റ്റോം വന്നു പോയി. അപ്പോൾ സ്റ്റോം വന്നു പോയി അത് കാമാവുമ്പോൾ കുട്ടി ഓട്ടോമാറ്റിക്കലി അവർക്ക് അത് കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പായി കഴിയുമ്പോൾ തിരിച്ചു വെക്കാൻ വേണ്ടി റെഡി ആയിരിക്കും. ആ സമയത്ത് നിനക്ക് അത് ഹോൾഡ് ചെയ്യണോ, 2 മിനിറ്റും കൂടെ മമ്മി ഇവിടെ തന്നെ നിന്റെ കൂടെ നിൽക്കാം എന്നൊരു കാര്യം ചെയ്തോ, നീ ഹോൾഡ് ചെയ്തോ. നിനക്ക് എന്നിട്ട് ലൈറ്റ് ഓൺ ആക്കി നോക്കണോ, നല്ല ടോയ് ആണല്ലേ, നല്ല കളറാണല്ലോ കാണാൻ വേണ്ടിയിട്ട്, ഇതിലേതാ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞ ടോയിനൊന്ന് കൊഞ്ചിച്ചു നോക്കൂ. അപ്പൊ കുട്ടി അതിന്റെ കൂടെ നിന്നിട്ട് അതിനൊക്കെ ഒന്ന് കാണും. എന്നിട്ട് വെൻ യു ആർ റെഡി നമുക്ക് തിരിച്ചു വെക്കാം എന്നും പറയുന്നത് എവിടുന്ന് നിനക്ക് കിട്ടിയത് എന്നും പറഞ്ഞ് തിരിച്ചവിടെ വെക്കാൻ കുട്ടി വില്ലിങ് ആയിരിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ടോയ്സ് വീട്ടിലെത്തിക്കേണ്ട ഒരു കാര്യവും വരില്ല. ഇനി അത് വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഭയങ്കര സങ്കടപ്പെട്ട് പുറത്ത് പോയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ട് ആ ഒരു വിഷയത്തിനെ വേറെ രീതിയിൽ നിങ്ങൾ കുട്ടിക്ക് ഒരു ട്രീറ്റ് കൊടുക്കേണ്ട കാര്യവും ഇല്ല കേട്ടോ. പലപ്പോഴും നമുക്ക് ഗിൽറ്റി ഫീലിംഗ് കാരണമാണ് നമ്മൾ പല കാര്യങ്ങളും കുട്ടികൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുക്കുന്നത്. ആ ഒരു ലെസൺ അവർ പഠിക്കട്ടെ. ഒരു സാധനം നമുക്ക് എപ്പോഴും കിട്ടാൻ പറ്റില്ല. നമുക്ക് പല കാര്യങ്ങളും ആഗ്രഹിച്ചെങ്കിലും അത് കുറച്ച് എഫേർട്ടൊക്കെ എടുത്തിട്ട് മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അതായത് നമുക്ക് ആ ഒരു ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും, ആ സംഭവം കിട്ടട്ടെ. അത് കിട്ടിക്കഴിയുമ്പോഴാണ് ആ ഒരു സിറ്റുവേഷൻസിനൊക്കെ മാറ്റി നമ്മൾക്ക് പിന്നീട് കുറച്ച് കഴിയുമ്പോഴേക്കും സെൽഫൊക്കെ റെഗുലേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുള്ളൂ. അപ്പൊ ഒരു കുഞ്ഞുമായിട്ട് ഷോപ്പിങ്ങിന് പോകുമ്പോൾ വേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ. ഒന്നെന്ന് പറയുന്നത് ആദ്യം തന്നെ എന്താണ് നമ്മുടെ എക്സ്പെക്ടേഷൻ, എന്താണ് ലിമിറ്റേഷൻ എന്ന് പറയുക. ആ ലിമിറ്റേഷൻ
മറ്റേ ക്രോസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ആ ചാൻസസിനെയും ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ കോൺവെർസേഷൻ കുട്ടിയായിട്ട് നടത്തുക. ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഉറപ്പായിട്ട് നടത്തുക. അതിനുശേഷം വേണം നമുക്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ലിസ്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റും കൂടെ ഉണ്ടാക്കാൻ പറയാ. അതാണ് വാങ്ങിക്കുന്നതെന്ന് ഒന്നും കൂടെ ഉറപ്പ് വരുത്തുക. മൂന്നാമത്തെ കാര്യമാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനെ ഹെൽപ്പറാക്കി വിളിക്കുക. ഹെൽപ്പറാക്കി വിളിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇൻചാർജ് ആക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂഷ്വലി കുട്ടികളെല്ലാം ഓക്കെ ആയിട്ട് കാണാറുണ്ട്. ഇനി വേസ്റ്റ് കേസ് സിനാരിയോയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കാം ആവുക, പ്രസന്റ് ആവുക. അവർ കാമായതിനു ശേഷം കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റിൽ നിങ്ങളുടെ ബൗണ്ടറീസിലും നിങ്ങളുടെ ലിമിറ്റ്സിലും നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഫ്രണ്ട്സോ ഫാമിലീസോ ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് അവരോടും കൂടെ ഇത് കാണാൻ പറയാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്